എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SCERT പാഠപുസ്തകങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള 300ഓളം ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വൈദ്യുതി ചാർജ് സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനം. വൈദ്യുതി ചാർജ് സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനം കപ്പാസിറ്റർ. കപ്പാസിറ്ററാണ് വൈദ്യുതി ചാർജ് സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനം. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണം. വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണം ആംപ്ലിഫയർ. ആംപ്ലിഫയറാണ് വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണം. വൈദ്യുത പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുത പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓം മീറ്റർ. ഓം മീറ്ററാണ് വൈദ്യുത പ്രതിരോധം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ. അമ്മീറ്ററാണ് ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്ററാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പാണ് ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ്. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് കൂളോം. കൂളോമാണ് വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ്. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ. സെമീന്ദാർമാരായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ്. മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു കനോലി. കനോലിയായിരുന്നു മാപ്പിള കലാപകാലത്ത് അന്നത്തെ കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ്. ബംഗാൾ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനത. ബംഗാൾ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ. സാന്താൾമാരായിരുന്നു ബംഗാൾ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനത. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. രാമൻ നമ്പിയായിരുന്നു കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയായിരുന്നു ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബംഗാൾ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ആരുടേതാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ. ജൊനാഥൻ ഡങ്കനായിരുന്നു ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം.
ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിവാഹ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856. 1856 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. 1905 ബംഗാൾ വിഭജനം നടന്നത്. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. സെക്കുലർ എന്ന പദം ഭരണഘടനയിൽ ഏത് ഭേദഗതിയിലൂടെയാണ് ചേർക്കപ്പെട്ടത്? സെക്കുലർ എന്ന പദം ഭരണഘടനയിൽ ഏത് ഭേദഗതിയിലൂടെയാണ് ചേർക്കപ്പെട്ടത്? 42ാം ഭേദഗതി. സെക്കുലർ എന്ന പദം ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെയാണ് ചേർക്കപ്പെട്ടത്. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇന്ത്യയിലെ പൊതുമേഖലയിലുള്ള ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യരേഖ. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യരേഖയാണ് ബജറ്റ്. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യരേഖയാണ് ബജറ്റ്. വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത്. ട്രൈബൽ ആദിവാസി സമൂഹത്തിലെ ഗർഭിണി സ്ത്രീകൾക്ക് പോഷണം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ആദിവാസി സമൂഹത്തിലെ ഗർഭിണി സ്ത്രീകൾക്ക് പോഷണം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ജനനി ജന്മരക്ഷ എന്ന പദ്ധതിയാണ് ട്രൈബൽ അഥവാ ആദിവാസി സമൂഹത്തിലെ ഗർഭിണി സ്ത്രീകൾക്ക് പോഷണം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി. ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഹെറോഡോട്ടസ് ആണ് ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് സേവന മേഖല എന്നാണ് തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരമാണ് പാരാലിമ്പിക്സ് ആണ് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരം. പാരാലിമ്പിക്സ് ആരംഭിച്ചത് 1948. 1948 പാരാലിമ്പിക്സ് ആരംഭിച്ചത്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നത്? കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നത് കുഞ്ഞാലിമരക്കാരായിരുന്നു കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവനായിരുന്നത്. കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ ശക്തിയുടെ പരിശ്രമ ഫലമായിട്ടാണ്? കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത് ഏത് വിദേശ ശക്തിയുടെ പരിശ്രമ ഫലമായിട്ടാണ്? യൂറോപ്യന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായത്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ബായി ആയിരുന്നു 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? 63%. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം
63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവയായിരുന്നു. റയറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. റയറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലായിരുന്നു റയറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത്. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പ്രദേശങ്ങളിലായിരുന്നു. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചെടുത്തിരുന്നത്. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചെടുത്തിരുന്നത് ഗ്രാമത്തലവന്മാർ. മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിരിച്ചെടുത്തിരുന്നത് ഗ്രാമത്തലവന്മാരായിരുന്നു. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച വർഷം 1859. ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് 1859 മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന. മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. മാപ്പിള കലാപ സമയത്ത് കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ച പ്രത്യേക പോലീസ് സേനയായിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ സിദ്ധു കാനു എന്നിവരായിരുന്നു സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002. 2002 സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം നടന്ന വർഷം 1812. 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? TH ബാബർ. TH ബാബറായിരുന്നു ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത് മീററ്റിലെ ശിപ്പായിമാർ. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായി ആയിരുന്നു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയവർ ആരെല്ലാം? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്
കാൺപൂരിൽ നേതൃത്വം നൽകിയവർ ആരെല്ലാമായിരുന്നു? നാനാ സാഹിബ് താന്തിയ തോപ്പി. നാനാ സാഹിബും താന്തിയ തോപ്പിയുമായിരുന്നു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ളയായിരുന്നു ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പ്രതിനിധികളായിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരണക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരണക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയായിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് ദാദാഭായ് നവറോജി പ്രതിപാദിച്ച പുസ്തകം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് ദാദാഭായ് നവറോജി പ്രതിപാദിച്ച പുസ്തകമായിരുന്നു പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലായിരുന്നു ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് ദാദാഭായ് നവറോജി പ്രതിപാദിച്ചത്. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയായിരുന്നു? ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയായിരുന്നു? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതി എന്നിവ മുഖേനമായിരുന്നു ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത്. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905. 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയത്. ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടവർ ആരൊക്കെ? ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടവർ ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരായിരുന്നു ലാൽ പാൽ ബാൽ എന്നീ പേരിൽ അറിയപ്പെട്ടവർ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പ്രഖ്യാപിച്ചത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത്. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി.ഒ. ചിദംബരം പിള്ള. വി.ഒ. ചിദംബരം പിള്ളയായിരുന്നു 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിൻ്റെ സ്ഥാപകൻ. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു
കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭു. മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം? സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1864. 1864 സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത്. ബ്രഹ്മസമാജ സ്ഥാപകൻ? ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി ആയിരുന്നു വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത്. ആര്യസമാജ സ്ഥാപകൻ? ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജ സ്ഥാപകൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനായിരുന്നു രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്? അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാൻ ആയിരുന്നു അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗ് ആയിരുന്നു പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിയോസഫിക്കൽ സൊസൈറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്? ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം. വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. സത്യശോധക് സമാജം സ്ഥാപിച്ചത്? സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെ ആയിരുന്നു സത്യശോധക് സമാജം സ്ഥാപിച്ചത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. ഇ വി രാമസ്വാമി നായ്ക്കർ ആയിരുന്നു സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവായിരുന്നു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത്. ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത്? ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത് ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു ഹിന്ദു, സ്വദേശി മിത്രം എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അമൃത ബസാർ പത്രിക നേതൃത്വം കൊടുത്തത് ആരെല്ലാം? അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരെല്ലാമായിരുന്നു? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ് എന്നിവരായിരുന്നു അമൃത ബസാർ പത്രികയ്ക്ക് നേതൃത്വം കൊടുത്തത്. ബോംബെ സമാചാർ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്? ബോംബെ സമാചാർ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഫർദൂജി മർസ്ബാൻ. ഫർദൂജി മർസ്ബാൻ ആയിരുന്നു ബോംബെ സമാചാർ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത്? കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകായിരുന്നു കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത്. ബംഗാളി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ? ബംഗാളി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാളി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ? വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്? ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്? ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് ആനി ബസന്റ്. ആനി ബസന്റ് ആയിരുന്നു ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്.
യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്? യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു യങ് ഇന്ത്യ, ഹരിജൻ എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത്? അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത്. വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്? വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആയിരുന്നു വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത്? നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു നേഷൻ എന്ന പത്രം ആരംഭിച്ചത്. സമ്പദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളാണ്? സമ്പദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നിവ ആരുടെ പത്രങ്ങളായിരുന്നു? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പത്രങ്ങളായിരുന്നു സമ്പദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നിവ. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത്? പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. 1878 ലിട്ടൺ പ്രഭുവായിരുന്നു പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണിത്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണിത്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നത്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. ആരുടെ വാക്കുകൾ? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും. ആരുടെ വാക്കുകളാണിത്? കേശബ് ചന്ദ്ര സെൻ. കേശബ് ചന്ദ്ര സെന്നിൻ്റെ വാക്കുകളാണ് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുവാൻ അവർക്ക് കഴിയും എന്നത്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകൾ? വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ആരുടെ വാക്കുകളാണിത്? വീരേശലിംഗം. വീരേശലിംഗത്തിൻ്റെ വാക്കുകളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നത്. 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ? 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ ആരെല്ലാം? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവരായിരുന്നു 1884 പൂനെയിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ. ഇന്ത്യയിലാദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലാദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെ, മഹാരാഷ്ട്രയിൽ 1916 DK കാർവെ ഇന്ത്യയിലാദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്? വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ? അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ MA അൻസാരി. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ MA അൻസാരി എന്നിവരായിരുന്നു അലിഗഡിൽ ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയവർ. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു വാർധ വിദ്യാഭ്യാസ പദ്ധതി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു വാർധ വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നയി താലീം. നയി താലീം എന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്?
ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്? മാഡം ബിക്കാജി കാമ. 1907 മാഡം ബിക്കാജി കാമയായിരുന്നു ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത്. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്? വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ള. അംശി നാരായണപിള്ളയായിരുന്നു വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി? സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി. ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത്? ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ഗോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത്. ഹിന്ദി കൃതികളായ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത്? ഹിന്ദി കൃതികളായ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത് പ്രേംചന്ദ്. പ്രേംചന്ദാണ് ഹിന്ദി കൃതികളായ സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നിവ രചിച്ചത്. തമിഴ് കൃതികളായ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത്? തമിഴ് കൃതികളായ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴ് കൃതികളായ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത്. ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവേദ് എന്നിവ രചിച്ചത്? ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവേദ് എന്നിവ രചിച്ചത് അൽത്താഫ് ഹുസൈൻ ഹാലി. അൽത്താഫ് ഹുസൈൻ ഹാലിയാണ് ഉറുദു കൃതികളായ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജാവേദ് എന്നിവ രചിച്ചത്. മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത്? മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് മറാത്തി കൃതിയായ നിബന്ധമാല രചിച്ചത്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത്? എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ രചിച്ചത്. അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെ? അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത് എവിടെ? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് അബനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചത്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റേതാണ്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത്? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത് അമൃത ഷെർഗിൽ. അമൃത ഷെർഗിലാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളെ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ചത്. APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര്? APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ. അഗ്നിച്ചിറകുകൾ എന്നതാണ് APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര്. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദം? ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ്? ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവാണ് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെയാണ് ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ്. പുണെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? പുണെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? സാവിത്രിബായ് ഫുലെ പുണെ യൂണിവേഴ്സിറ്റി. സാവിത്രിബായ് ഫുലെ പുണെ യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് പുണെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത്. സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. ഡോക്ടർ A അയ്യപ്പൻ ജനിച്ച വർഷം? ഡോക്ടർ A അയ്യപ്പൻ ജനിച്ച വർഷം 1905 ഫെബ്രുവരി 5.
തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 ഡോക്ടർ എ അയ്യപ്പൻ ജനിച്ചത്. കേരളത്തിലെ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകനായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പ്. കേരളത്തിൽ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പിൻ്റെ പേരാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നതാണ് കേരളത്തിൽ അറിയപ്പെടുന്ന നാടക സിനിമാ പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പ്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെ ആദ്യ വനിതാ പ്രതിനിധി. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞ. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞ ഇ.കെ. ജാനകി അമ്മാൾ. ഇ.കെ. ജാനകി അമ്മാളാണ് കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തയായ സസ്യശാസ്ത്രജ്ഞ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ഇ.കെ. ജാനകി അമ്മാൾ. ഇ.കെ. ജാനകി അമ്മാളാണ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യ ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 14. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം 15. അനുച്ഛേദം 15 മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി. എപ്പിഗ്രാഫി എന്നാണ് ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗിരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ചന്ദ്രഗിരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. ഫത്ഹുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഈ അറബി കാവ്യം രചിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമായ ഫത്ഹുൽ മുബീൻ വ്യക്തമായ വിജയം രചിച്ചത് ഖാസി മുഹമ്മദ്. ഖാസി മുഹമ്മദാണ് ഫത്ഹുൽ മുബീൻ അഥവാ വ്യക്തമായ വിജയം രചിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741.
1741 കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഏത്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഏതാണ്? ഡച്ചുകാർ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ഡച്ചുകാരെയായിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാൻ ഇടയാക്കിയ സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാൻ ഇടയാക്കിയ സന്ധി ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധിയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുവാൻ ഇടയാക്കിയ സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം 1792. 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത്. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത് ഏത് നൂറ്റാണ്ടോടെയാണ്? 18-ാം നൂറ്റാണ്ട്. 18-ാം നൂറ്റാണ്ടോടെയാണ് കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായത്. കേരള സിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടത്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കോട്ട്യോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കോട്ട്യോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കോട്ട്യോട്ട് രാജ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആര്? പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ K.M. പണിക്കർ. സർദാർ K.M. പണിക്കറാണ് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത്. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്. കുണ്ടറ വിളംബരം നടന്ന വർഷം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം നടത്തിയത് ആര്? കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയായിരുന്നു കുണ്ടറ വിളംബരം നടത്തിയത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം 1861. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷനായിരുന്നു മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്? 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു? ലോഗൻ കമ്മീഷൻ. ലോഗൻ കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865. 1865 തിരുവിതാംകൂർ സർക്കാർ
പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1914. 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ. ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കൊനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ വർഷം. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് 1859. 1859 കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്? 1859 കേരളത്തിൽ എവിടെയായിരുന്നു ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്? ആലപ്പുഴ. ആലപ്പുഴയിലായിരുന്നു 1859 കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരി. അർണോസ് പാതിരിയായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിരുന്നത്. കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിരുന്നത് തിരുവിതാംകൂർ. തിരുവിതാംകൂർ ആയിരുന്നു കേരളത്തിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിരുന്നത്. കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ. കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ കൊച്ചി, തിരുവിതാംകൂർ. കൊച്ചി, തിരുവിതാംകൂർ ആയിരുന്നു കേരളത്തിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലകൾ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖലയായിരുന്നത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖലയായിരുന്നത് മലബാർ. മലബാർ ആയിരുന്നു ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രവർത്തന മേഖലയായിരുന്നത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനായിരുന്നു കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളിയായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനായിരുന്നു സഹോദര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കെ പി കറുപ്പനായിരുന്നു അരയ സമാജം സ്ഥാപിച്ചത്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ ആരുടെ കൃതികളായിരുന്നു? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് ദൈവദശകം, ആത്മോപദേശ ശതകം എന്നിവ. ചാന്നാർ കലാപം നടന്ന വർഷം. ചാന്നാർ കലാപം നടന്ന വർഷം 1859.
1859 ചാന്നാർ കലാപം നടന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ്? അരുവിപ്പുറം ക്ഷേത്രം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആയിരുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ചത്. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ശ്രീ നാരായണ ഗുരുവായിരുന്നു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവൻ. ടി കെ മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. എ കെ ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? പാലക്കാട്. പാലക്കാട് വെച്ചായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. ആനി ബസന്റ് ആയിരുന്നു 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. മലബാർ കലാപം നടന്ന വർഷം. മലബാർ കലാപം നടന്ന വർഷം 1921. 1921 മലബാർ കലാപം നടന്നത്. 1930 പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1930 പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കെ കേളപ്പനായിരുന്നു 1930 പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരുന്നു 1930 കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരേയൊരു മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരേയൊരു മലയാളി
ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരേയൊരു മലയാളി. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ച വർഷം. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ച വർഷം 1891. 1891 സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട മലയാളി മെമ്മോറിയൽ മഹാരാജാവിന് സമർപ്പിച്ചത്. ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം. ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896. 1896 ഡോക്ടർ പൽപു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം. നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം 1932. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയായിരുന്നു മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് അക്കാമ ചെറിയാൻ, ആനി മസ്ക്രീൻ. അക്കാമ ചെറിയാനും ആനി മസ്ക്രീനുമായിരുന്നു തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് T. പ്രകാശം. T. പ്രകാശമായിരുന്നു 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്, ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് T. പ്രകാശം. T. പ്രകാശമാണ് ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം. തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത്.
1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഈ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്? കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്? കാസർഗോഡ്, ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗ് താലൂക്കുകളുമാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തത്. ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? 118. ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് യുറേനിയം 235. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് അയോഡിൻ 131. അയോഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് പ്രോട്ടിയം. പ്രോട്ടിയമാണ് ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ. നീൽസ് ബോറാണ് ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുതി ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിന് പറയുന്ന പേര്. വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുതി ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിന് പറയുന്ന പേരാണ് സ്ഥിത വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്ഥിത വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുതി ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിന് പറയുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്ക് ആ പേര് നൽകിയത് ആരാണ്? പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്ക് ആ പേര് നൽകിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾക്ക് ആ പേര് നൽകിയത്. ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളിൽ ചാർജ് ഇല്ലാത്തത് ഏതിനാണ്? ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളിൽ ചാർജ് ഇല്ലാത്തത് ഏതിനാണ്? ന്യൂട്രോൺ. ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളിൽ ചാർജ് ഇല്ലാത്തത് ന്യൂട്രോണിനാണ്. പ്രോട്ടോണിൻ്റെ ചാർജ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണുള്ളത്. ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണിനുള്ളത്. പ്രോട്ടോണിൻ്റെ മാസ്. പ്രോട്ടോണിൻ്റെ മാസ് 1.00727 AMU അറ്റോമിക് മാസ് യൂണിറ്റ്. 1.00727 ആണ് 27 AMU ആണ് പ്രോട്ടോണിൻ്റെ മാസ്. ന്യൂട്രോണിൻ്റെ മാസ്. ന്യൂട്രോണിൻ്റെ മാസ് 1.00866 AMU 1.00866 AMU ആണ് ന്യൂട്രോണിൻ്റെ മാസ്. ഇലക്ട്രോണിൻ്റെ മാസ്. ഇലക്ട്രോണിൻ്റെ മാസ് 0.00055 AMU 0.00055 AMU ആണ് ഇലക്ട്രോണിൻ്റെ മാസ്. ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം. ഇലക്ട്രോൺ കണ്ടെത്തിയ പരീക്ഷണം ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. 1906 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? എന്ത് കണ്ടുപിടുത്തത്തിനാണ്? 1906 ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? എന്ത്
കണ്ടുപിടുത്തത്തിനായിരുന്നു ജെ തോംസൺ. ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിന് ജെ തോംസണാണ് 1906 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത് റോബർട്ട് മില്ലിഗൻ. റോബർട്ട് മില്ലിഗനാണ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്. ഏത് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിഗൻ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഏതു പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിഗൻ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിഗൻ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്. ആറ്റം വൈദ്യുതപരമായി ഡാഷാണ്. ആറ്റം വൈദ്യുതപരമായി ഡാഷാണ്, നിർവീര്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഒഴികെ എല്ലാ അറ്റോമിക ന്യൂക്ലിയസുകളും ഡാഷ് ഡാഷ് ചേർന്നതാണ്. ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഒഴികെ എല്ലാ അറ്റോമിക ന്യൂക്ലിയസുകൾ ഡാഷും ഡാഷും ചേർന്നതാണ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഒഴികെ എല്ലാ അറ്റോമിക ന്യൂക്ലിയസുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്നതാണ്. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ നിർണ്ണയിക്കുന്നത് എന്തിൻ്റെ എണ്ണമാണ്? ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ നിർണ്ണയിക്കുന്നത് എന്തിൻ്റെ എണ്ണമാണ്? പ്രോട്ടോണുകളുടെ എണ്ണം. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ നിർണ്ണയിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. പ്രോട്ടോണിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ച പരീക്ഷണം ഏതാണ്? പ്രോട്ടോണിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ച പരീക്ഷണം ഗോൾഡ് ഫോയിൽ. ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ് പ്രോട്ടോണിൻ്റെ കണ്ടെത്തലിലേക്ക് നയിച്ച പരീക്ഷണം. കണികാ ഭൗതികത്തിൻ്റെ അടിസ്ഥാന മാതൃകയനുസരിച്ച് ക്വാർക്കുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഹാഡ്രോൺ ആണ് ഡാഷ്. കണികാ ഭൗതികത്തിൻ്റെ അടിസ്ഥാന മാതൃകയനുസരിച്ച് ക്വാർക്കുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഹാഡ്രോൺ ആണ് പ്രോട്ടോൺ. കണികാ ഭൗതികത്തിൻ്റെ അടിസ്ഥാന മാതൃകയനുസരിച്ച് ക്വാർക്കുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു ഹാഡ്രോൺ ആണ് പ്രോട്ടോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. 1935 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 1935 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക്കിനായിരുന്നു 1935 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ലഭിക്കുന്നത് പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജാണ് ലഭിക്കുന്നത്. ചാർജുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ഡാഷ്. ചാർജുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. ചാർജുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. ഡാഷ് ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. ഡാഷ് ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ. വിജാതീയ ചാർജുകൾ തമ്മിലാണ് ആകർഷിക്കുന്നത്. സജാതീയ ചാർജുകൾ അടുത്തു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സജാതീയ ചാർജുകൾ അടുത്തു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വികർഷിക്കുന്നു. സജാതീയ ചാർജുകൾ അടുത്തു വരുമ്പോൾ വികർഷിക്കുന്നു. ഒരു വസ്തുവിൻ്റെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു വസ്തുവിൻ്റെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡിസ്ചാർജിങ്. ഒരു വസ്തുവിൻ്റെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം ഡിസ്ചാർജിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണുകളുടെയോ സമാന ചാർജുകളുടെയോ പ്രവാഹത്തെ വിളിക്കുന്ന പേര്. ഇലക്ട്രോണുകളുടെയോ സമാന ചാർജുകളുടെയോ പ്രവാഹത്തെ വിളിക്കുന്ന പേര് വൈദ്യുത പ്രവാഹം അഥവാ ഇലക്ട്രിക് കറണ്ട്. വൈദ്യുത പ്രവാഹം അഥവാ ഇലക്ട്രിക് കറണ്ട് എന്നാണ് ഇലക്ട്രോണുകളുടെയോ സമാന ചാർജുകളുടെയോ പ്രവാഹത്തെ വിളിക്കുന്ന പേര്. വൈദ്യുതോർജ്ജത്തെ എളുപ്പത്തിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ. വൈദ്യുതോർജ്ജത്തെ എളുപ്പത്തിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങൾ ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ്. വൈദ്യുതോർജ്ജത്തെ എളുപ്പത്തിൽ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ്. ചാലകത തീരെ കുറഞ്ഞ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര്. ചാലകത തീരെ കുറഞ്ഞ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര് പ്രതിരോധികൾ അഥവാ ഇൻസുലേറ്റേഴ്സ്. പ്രതിരോധികൾ അഥവാ ഇൻസുലേറ്റേഴ്സ് എന്നാണ് ചാലകത തീരെ കുറഞ്ഞ പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേര്. ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ ചാലകത വർദ്ധിക്കുന്ന പദാർത്ഥങ്ങൾ. ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ ചാലകത വർദ്ധിക്കുന്ന പദാർത്ഥങ്ങൾ അർദ്ധചാലകങ്ങൾ.
അഥവാ സെമി കണ്ടക്ടേഴ്സ്. അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ് എന്നാണ് ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ ചാലകത വർദ്ധിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. താഴ്ന്ന ഊഷ്മാവിൽ ചില പദാർത്ഥങ്ങൾ വളരെ ഉയർന്ന ചാലകത പ്രകടിപ്പിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര്. താഴ്ന്ന ഊഷ്മാവിൽ ചില പദാർത്ഥങ്ങൾ വളരെ ഉയർന്ന ചാലകത പ്രകടിപ്പിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നാണ് താഴ്ന്ന ഊഷ്മാവിൽ ചില പദാർത്ഥങ്ങൾ വളരെ ഉയർന്ന ചാലകത പ്രകടിപ്പിക്കുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്നത്. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിന് പറയുന്ന പേര്. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിന് പറയുന്ന പേര് എർത്തിങ്. എർത്തിങ് എന്നാണ് ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിന് പറയുന്ന പേര്. ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിലെ ചാർജ് ഡാഷ് ആകുന്നു. ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിലെ ചാർജ് ഡാഷ് ആകുന്നു, പൂർണ്ണമായി നിർവീര്യമാകുന്നു. ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിലെ ചാർജ് പൂർണ്ണമായി നിർവീര്യമാകുന്നു. ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഭൂമിയെ വിളിക്കുന്ന പേര്. ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഭൂമിയെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ ബാങ്ക്. ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് ഭൂമിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ബാങ്ക്. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തിന് പറയുന്ന പേര്. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തിന് പറയുന്ന പേരാണ് സ്ഥിതവൈദ്യുത പ്രേരണം. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. സ്ഥിതവൈദ്യുത പ്രേരണം അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്നാണ് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തിന് പറയുന്ന പേര്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ ഡാഷ് ആയിരിക്കും. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ ഡാഷ് ആയിരിക്കും. വിപരീത ചാർജ്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. വിദ്യാഭ്യാസാവകാശം ഇന്ത്യയിൽ അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? വിദ്യാഭ്യാസാവകാശം ഇന്ത്യയിൽ അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2002. 2002 വിദ്യാഭ്യാസാവകാശം ഇന്ത്യയിൽ അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എപ്പോഴായിരുന്നു? 26 ജനുവരി 1950. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്. ഭാരതത്തിൻ്റെ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭാരതത്തിൻ്റെ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭാരതത്തിൻ്റെ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ. 44-ാം ഭേദഗതിയിലൂടെ ഏത് ഭരണഘടനാ അവകാശമാണ് ഇല്ലാതാക്കിയത്? 44-ാം ഭേദഗതിയിലൂടെ ഏത് ഭരണഘടനാ അവകാശമാണ് ഇല്ലാതാക്കിയത്? സ്വത്തവകാശം. 44-ാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം എന്ന അവകാശമാണ് ഇല്ലാതാക്കിയത്. ജനസംഖ്യാശാസ്ത്രം എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ജനസംഖ്യാശാസ്ത്രം എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ഗ്രീക്ക്. ജനസംഖ്യാശാസ്ത്രം എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ് രൂപം കൊണ്ടത്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വയസ്സ് വരെയാണ്? മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വയസ്സ് വരെയാണ്? 70 വയസ്സ്. 70 വയസ്സ് വരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. കേരള നിയമസഭ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള നിയമസഭ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള നിയമസഭ സ്ഥിതി ചെയ്യുന്നത്. ജനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രൂപം ഏതാണ്? ജനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രൂപം ഏതാണ്? പ്രതിനിധി ജനാധിപത്യം. ജനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനാധിപത്യ രൂപമാണ്
പ്രതിനിധി ജനാധിപത്യം. നിലവിലെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഏത് നിയമമായിരുന്നു ഇന്ത്യയിൽ ഭരണഘടനയായി ഉപയോഗിച്ചിരുന്നത്? നിലവിലെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഏത് നിയമമായിരുന്നു ഇന്ത്യയിൽ ഭരണഘടനയായി ഉപയോഗിച്ചിരുന്നത്? ഇന്ത്യൻ സർക്കാർ നിയമം 1935. 1935 ഇന്ത്യൻ സർക്കാർ നിയമമായിരുന്നു നിലവിലെ ഭരണഘടന പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഭരണഘടനയായി ഉപയോഗിച്ചിരുന്നത്. പോക്സോ നിയമത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? പോക്സോ നിയമത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് പോക്സോ നിയമത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. കേരളത്തിൽ പോക്സോ നിയമത്തിലെ കേസുകൾ നിരീക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? കേരളത്തിൽ പോക്സോ നിയമത്തിലെ കേസുകൾ നിരീക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? പോക്സോ മോണിറ്ററിംഗ് സെൽ. പോക്സോ മോണിറ്ററിംഗ് സെല്ലാണ് കേരളത്തിൽ പോക്സോ നിയമത്തിലെ കേസുകൾ നിരീക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദി. പഞ്ചായത്തി രാജ് സംവിധാനം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔപചാരികമായി നടപ്പിലാക്കിയ വർഷമേത്? പഞ്ചായത്തി രാജ് സംവിധാനം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔപചാരികമായി നടപ്പിലാക്കിയ വർഷം 1992. 1992 പഞ്ചായത്തി രാജ് സംവിധാനം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഔപചാരികമായി നടപ്പിലാക്കിയത്. 1989 വരെ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയായിരുന്നു? 1989 വരെ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയായിരുന്നു? 21 വയസ്സ്. 1989 വരെ ഇന്ത്യയിൽ വോട്ട് ചെയ്യാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സായിരുന്നു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത്. ഇന്ത്യയിലെ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സ്ഥാപനമേത്? ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സ്ഥാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സ്ഥാപനം. തീരമൈത്രി പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? തീരമൈത്രി പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ സംരംഭകർ ആക്കുക. മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ സംരംഭകർ ആക്കുക എന്നതാണ് തീരമൈത്രി പദ്ധതിയുടെ ലക്ഷ്യം. വിദ്യാവാഹിനി പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? വിദ്യാവാഹിനി പദ്ധതിയുടെ ഉദ്ദേശം ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഗതാഗതം ഉറപ്പാക്കുക. ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഗതാഗതം ഉറപ്പാക്കുക എന്നതാണ് വിദ്യാവാഹിനി പദ്ധതിയുടെ ഉദ്ദേശം. പ്രതിഭാ തീരം പദ്ധതി എന്താണ്? പ്രതിഭാ തീരം പദ്ധതി എന്താണ്? തീരദേശ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി. പ്രതിഭാ തീരം പദ്ധതി തീരദേശ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ്. 2000 വിവരസാങ്കേതിക നിയമത്തിൻ്റെ ഉദ്ദേശം എന്താണ്? 2000 വിവരസാങ്കേതിക നിയമത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നും സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുക. ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്നും സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കലാണ് 2000 വിവരസാങ്കേതിക നിയമത്തിൻ്റെ ഉദ്ദേശം. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ ഏത് പ്രായവിഭാഗത്തെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ ഏത് പ്രായവിഭാഗത്തെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 6 മുതൽ 14 വയസ്സ് വരെ. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ളവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ഏത് നിയമമാണ് നടപ്പിലാക്കിയത്? ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ഏത് നിയമമാണ് നടപ്പിലാക്കിയത്? 2012 പോക്സോ നിയമം. 2012 പോക്സോ നിയമമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി നടപ്പാക്കിയ നിയമം. നിയമവാഴ്ച എന്താണ് ഉറപ്പാക്കുന്നത്? നിയമവാഴ്ച എന്താണ് ഉറപ്പാക്കുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നാണ് നിയമവാഴ്ച ഉറപ്പാക്കുന്നത്. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി അഥവാ GST നടപ്പിലാക്കിയ വർഷം. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയ വർഷം 2017 ജൂലൈ 1. 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST അഥവാ ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയത്. ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര്.
ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേരാണ് സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ എന്നതാണ് ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര്. വർദ്ധമാന മഹാവീരൻ ജനിച്ച സ്ഥലം. വർദ്ധമാന മഹാവീരൻ ജനിച്ച സ്ഥലം കുന്തല ഗ്രാമം. കുന്തല ഗ്രാമമാണ് വർദ്ധമാന മഹാവീരൻ ജനിച്ച സ്ഥലം. അർത്ഥശാസ്ത്രം എഴുതിയതാര്? അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യൻ. കൗടില്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. ബുദ്ധൻ തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏത്? ബുദ്ധൻ തൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലി. ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് പാലി ഭാഷയായിരുന്നു. ഗൗതമ ബുദ്ധൻ ജനിച്ച സ്ഥലം. ഗൗതമ ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. ലുംബിനി എന്ന സ്ഥലത്താണ് ഗൗതമ ബുദ്ധൻ ജനിച്ചത്. ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം. ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ബുദ്ധഗയ. ബുദ്ധഗയ എന്ന സ്ഥലത്ത് വെച്ചാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ചത്. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നതാര്? അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നത് ലീഗൽ മെട്രോളജി വകുപ്പ്. ലീഗൽ മെട്രോളജി വകുപ്പാണ് അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നത്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന പ്രവർത്തന തത്വം ഏത് ബാങ്കിൻ്റേതാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന പ്രവർത്തന തത്വം ഏത് ബാങ്കിൻ്റേതാണ്? സഹകരണ ബാങ്കുകൾ. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്ന പ്രവർത്തന തത്വം സഹകരണ ബാങ്കുകളുടേതാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം മുംബൈ. മുംബൈയാണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം എന്തിനാൽ പ്രസിദ്ധമാണ്? പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം എന്തിനാൽ പ്രസിദ്ധമാണ്? ചണം കൃഷി. ചണം കൃഷിക്ക് പ്രസിദ്ധമാണ് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം. ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശം. ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്തു പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഹൈക്കോടതിയാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭാഷകൾ. ഭാഷകളാണ് ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമേത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.